എൻ്റെ പേര് റവറൻ സി ദാനം എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും പ്ലാമുട്ടുകിടയ്ക്ക് സമീപമുള്ള കാക്കറവിള എന്ന സ്ഥലത്താണ്. ഞാനൊരു ക്രൈസ്തവ പാരമ്പര്യമുള്ള ഭവനത്തിലാണ് ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾ കഠിനമായ ദൈവവിശ്വാസികളായിരുന്നു. അപ്രകാരം തന്നെ എന്നെയും CSI സഭയുടെ എല്ലാ ആരാധനകളിലും, വിശിഷ്യ സൺഡേ സ്കൂൾ, CUYF അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളിലും എന്നെ കൊണ്ടുപോകുന്നതിൽ അവർ അഗ്രഗണ്യരായിരുന്നു. അപ്രകാരം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനും എനിക്ക് അതിയായിട്ടുള്ള താല്പര്യം എന്നിൽ അവർ വളർത്തിയെടുക്കുകയായിരുന്നു. അപ്രകാരം വിദ്യാഭ്യാസത്തിന് ശേഷം വൈദ്യ പഠനത്തിലുള്ള ആഗ്രഹം മാതാപിതാക്കളോട് അറിയിക്കുകയും അപ്രകാരം തന്നെ അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുകയുമാണ് ഉണ്ടായത്. എൻ്റെ മാതാപിതാക്കൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനകളിൽ ഇവനൊരു ദൈവികമായ ശുശ്രൂഷയ്ക്കായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഞാൻ മറ്റു പല മേഖലകളിലും അന്വേഷിച്ച് തൊഴിലിടങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും എനിക്ക് ജീവിതം പരാജയവും നഷ്ടവും കഷ്ടവുമായിരുന്നു. ഒടുവിൽ യഥാർത്ഥം പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടെയാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൽ വന്നതിന് ശേഷം കർത്താവ് എനിക്ക് നാഥനായിരുന്നു, നടത്തിപ്പുകാരനായിരുന്നു, ഗൈഡായിരുന്നു. അങ്ങനെ ദൈവം കാണിത്തുന്ന പാതയിലൂടെ വിധങ്ങളായിട്ട് ഇടവകളിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ഈ മുട്ടയ്ക്കാട് CSI പള്ളിയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയുകയും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സൗജന്യമായ രക്ഷ നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം, ഉദ്ദേശം ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ വാസ്തവമായി അറിയുന്നവർ നിശ്ചയമായി നമുക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യതയില്ല. ദൈവം തന്നെ ഒരു വഴി നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ടല്ലോ. ആ പാതയിലൂടെ സഞ്ചരിച്ച്, ദൈവം നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച്, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യമായ രാജ്യം നിങ്ങളും അവകാശമാക്കണമെന്ന് ഈ മീഡിയയിലൂടെ ഞാൻ ആഹ്വാനം ചെയ്യാം. ദൈവം ധാരാളമായി നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എന്നെ തന്നെ രൂപപ്പെടുത്തിയ ഘടകം പ്രധാനമായും എന്നെ പഠിപ്പിച്ച് രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ പഠിപ്പിച്ച് സഞ്ചരിച്ച പാത തന്നെയാണ്. അവർ പ്രാർത്ഥനാ ജീവിതവും അവർ ആരാധനാ ജീവിതവും അവർ ചിട്ടയായിട്ടുള്ള ജീവിതവും അത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ലോകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച എനിക്ക് പല വികൃതമായ, അലങ്കോലമായ, അച്ചടക്കമില്ലാത്ത ഭവനങ്ങളെയും കുടുംബജീവിതങ്ങളും കണ്ട് അവരോടെങ്ങനെയാണ് നമുക്ക് സംവാദം നടത്തുന്നത്? അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, അല്ല ഈ വഴി പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് വേറെ പോകും വഴി എന്താണ്? അങ്ങനെ എൻ്റെ ഉള്ള എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ പിന്നീടാണ് അറിയുകയും ആ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. പൗരോഹിത്യം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ആരാധനകൾക്ക് പങ്കെടുക്കുമായിരുന്നു. ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബെഞ്ചിലാണ് ഞാൻ ആരാധനയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഒരു പൗരോഹിത്യ വൃത്തി നടത്തുന്ന ആളിനെയാണ് ഞാനെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പുരോഹിതൻ എന്തൊക്കെയാണ് അൾത്താരയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുരോഹിതൻ ജനങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് സംവാദം നടത്തുന്നത്,
ഇതെൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്ര കണ്ടതിന് യോഗ്യനെന്ന്, ഞാനൊരു അയോഗ്യനല്ലേ, എനിക്ക് അത് കഴിയുമോ എന്നുള്ളൊരാശങ്കകളാണ് എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ദൈവം അതിനുവേണ്ടി എന്നെ എക്വിപ്പ് ചെയ്യുകയും ഞാൻ ആ വിളിക്ക് കീഴടങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ ദൈവം ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ. നമ്മൾ ധാരാളം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് പ്രാർത്ഥന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, ചുരുങ്ങിയ പ്രാർത്ഥനയാണ്. ഇപ്പോൾ വലിച്ചുവാരി ഒരുപാട് സംഗതികൾ പ്രാർത്ഥനയ്ക്കകത്ത് ഉൾപ്പെടുത്തി ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ തരണേ 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 എന്നുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കല്ല നമ്മൾ മറുപടി കണ്ടെത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് മുമ്പേ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ബൈബിളിൽ സംസാരിക്കുന്നു. ആ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വേദപുസ്തകം നമ്മൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും അതിനനുസരിച്ചാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്. അങ്ങനെ അപ്പനും മക്കളും എന്നുള്ളൊരു ബന്ധം ആകുക വഴി അപ്പനോട് നമ്മൾ ഒത്തിരി കാര്യം സംസാരിക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ തന്നെ അപ്പന് ബോധ്യമാകും. അപ്പോൾ അന്നുള്ള ആഹാരം തരണം, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. അങ്ങനെ അത്യാവശ്യം പ്രാർത്ഥനയ്ക്ക് മുമ്പേ നാം നമ്മെ തന്നെ ദൈവത്തിന് കീഴടങ്ങുകയും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സ്വയം തയ്യാറാവുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ളടക്കം വളരെ ലഘുവും ചുരുങ്ങിയതും എന്നാൽ ദീർഘമായി പ്രാർത്ഥിക്കേണ്ട സമയത്ത്, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ട സമയത്ത് നാം പ്രാർത്ഥിക്കുകയും വേണം. വേദപുസ്തകം നമ്മൾ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിരിക്കണമെന്നാണ്. കർത്താവ് കഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചല്ലോ, കർത്താവ് തന്നെ യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മൾ വേദപുസ്തകത്തിലൂടെ ഒരു അന്വേഷണം പ്രാർത്ഥനയെക്കുറിച്ചും നാം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രാർത്ഥനയ്ക്ക് ദൈവം നമുക്ക് മറുപടി തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ വളരെ ഇഷ്ടത്തോടും താല്പര്യത്തോടും സന്തോഷത്തോടുമാണ് ഞാൻ ചെയ്തു വരുന്നത്. പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസായിട്ട് ഞാൻ കാണുന്നത് ജനത്തിന് ഒരു മാനസാന്തരമാണ്. പല ഇടവുകളിലും എനിക്കത് അധികം കാണാൻ കഴിഞ്ഞിട്ടില്ല. വേദപുസ്തകം തന്നെ പറയുന്നു, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ എന്നാണ്. അപ്പം നാം ഒരു വർഷിപ്പിൽ തന്നെ ഒരുപാട് അതിൻ്റെ അകത്ത് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നമ്മളിങ്ങനെ ഒരു ആരാധനാക്രമം എന്ന് പറയും. ആരാധനാക്രമം, ഈ ക്രമം അനുസരിച്ച് എല്ലാ ആഴ്ചയിലും വന്ന് പാരായണം നടത്തുന്നു. അവരവർ താന്താൻ്റെ വഴിയിലേക്ക് തിരിയുന്നു. അപ്പോൾ അവർ ഈ വഴിയിലേക്ക് ആനയിക്കുക വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അത് ദൈവം എപ്പോഴെങ്കിലും പ്രവർത്തിക്കും എന്നാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ വിതയ്ക്കുക, ഫലം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം നാം വിതച്ച വിത്തുകൾ എവിടെയൊക്കെ വിതച്ചിട്ടുണ്ടോ അതിനൊരു ഫലം ദൈവം അവിടെ നിന്ന് എടുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. CSI സഭാവിഭാഗത്തിലാണ് ഞാൻ ജനിച്ച അന്ന് മുതൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാരമ്പര്യമായിട്ട് ഈ ഇടവയിൽ തന്നെയാണ്. പക്ഷേ ഈ ഇടവകത്ത് സഭകൾ തമ്മിൽ ദൈവവുമായി ബന്ധമില്ലാത്ത പല വിഷയങ്ങൾ നമുക്കിപ്പം അരങ്ങേറുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ സഭ ഒരു ജനാധിപത്യ സഭയാണ്, ജനാധിപത്യ മൂല്യമുള്ള സഭയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാധിപത്യം. അപ്പോൾ ഏതോ പശ്ചാത്തലത്തിൽ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം സഭകൾക്ക് ശക്തമായി വ്യക്തമായി ശുശ്രൂഷകൾ ചെയ്യുവാൻ പറ്റാതെ വരുന്നു. അതുമാത്രമല്ല, മറ്റ് ഇടവകൾ, മറ്റ് സഭാവിഭാഗങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇത്രയും ഭിന്നതയും ഇത്രയും വൈരാഗ്യവും ഇത്രയും പിണക്കങ്ങളും ഈ സഭകൾ തമ്മിൽ ആവശ്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പെട്ടെന്ന് അവർ അകന്നു പോകുന്നവരാണ്. പലരും സഭയിൽ വിശ്വാസമില്ലാതെയാണ് വിശ്വാസികളായി ജീവിക്കുന്നത്. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയിലേക്ക് നമ്മളെ വഴി നടത്തുന്നതാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ നമുക്കൊരു രക്ഷ ഉണ്ട് എന്നും ബൈബിൾ പറയുന്നു. അപ്പോൾ അപ്രകാരമുള്ള വിശ്വാസം ഞാൻ പല ഇടവുകളിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അവരെ വിശ്വാസത്തിലേക്ക് എക്വിപ്പ് ചെയ്ത് വരാൻ എത്ര ശ്രമിച്ചാലും അത് അത്രത്തോളം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുകയും ദൈവാനുഗ്രഹം നേടുകയും ചെയ്താൽ മാത്രമേ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു നല്ല ഇടയനായി മാറുവാൻ സാധിക്കൂ എന്ന അഭിപ്രായമാണ് റവറന്റ് സി ദാനത്തിനുള്ളത്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷേ വേദപുസ്തകം പഠിച്ചാൽ ദൈവത്തിൻ്റെ വിളിയാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം നിയോഗിക്കുന്ന വ്യക്തികൾ കർത്താവിൻ്റെ ശിഷ്യന്മാരും മുക്കുവന്മാരും സാധാരണക്കാരുമായിരുന്നു. അവരിലൂടെ വൻ കാര്യങ്ങൾ ആദിമ നൂറ്റാണ്ടിൽ ചെയ്തതായിട്ട് ബൈബിൾ പറയുന്നു. അവർ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചവരായി മാറി. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് പ്രസക്തിയുണ്ട്, അത് അത്യാവശ്യമാണ്. അതിനേക്കാൾ ഉപരി ദൈവം നടത്തുന്ന വിധങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ദൈവം നമ്മെ ഏത് തരത്തിൽ നയിക്കുന്നു ആ വിധത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസം സ്വല്പം കുറഞ്ഞാലും ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും, വൻ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും നന്നാണ്. പക്ഷെ വിദ്യാഭ്യാസത്തിനോടൊപ്പം ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അതാണ് കൂടുതൽ നമുക്ക് ആവശ്യമായി ഉള്ളത്. ഒരു പുരോഹിതനിൽ നിന്ന് ജനങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പലരും ഈ കുർബാന എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് അവരിങ്ങനെ മാർക്കിട്ടുകൊണ്ടിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വിശുദ്ധി തന്നെയാണ്. അതുപോലെ തന്നെ നാം പറയുന്നത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അവർ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ജീവിതം വളരെ വിശുദ്ധമായിരിക്കും വേണം. പുരോഹിതൻ്റെ കുടുംബജീവിതം മാതൃകാപരമായിരിക്കണം. മക്കളെ ചിട്ടയായിട്ടും അച്ചടക്കത്തിലും വളർത്തുന്നവനായിരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജനത്തെ വഴി നടത്തുന്നവനായിരിക്കണം. പുരോഹിതൻ തല്ലുകൂടുന്നവനും ഗ്രൂപ്പീസത്തിന് അടിമപ്പെട്ടവനും ലഹളക്കാരനും മദ്യപാനിയും ആയിരിക്കരുതെന്ന് ഇടയലേഖനം തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ജനം കാണുന്ന വ്യക്തിയാണ് പുരോഹിതൻ. അങ്ങനെ ആവുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പൗരോഹിത്യം ഇല്ല എന്ന് വന്നാലും ഈ ജനം വളരെ നന്നായിട്ട് ജീവിക്കും. കാരണം പൗരോഹിത്യം ഈ വേഷം ധരിച്ച പലരും അവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നില്ല. അവരിലൂടെ ക്രിസ്തുവിൻ്റെ വെളിച്ചമോ ക്രിസ്തുവിൻ്റെ സ്വഭാവമോ ജനത്തിന് കാണാൻ കഴിയുന്നില്ല. പൗരോഹിത്യം ഏറ്റെടുത്തവരേക്കാൾ വളരെ ഭക്തന്മാരായ, വളരെ വിശുദ്ധരായ, വളരെ ദൈവകൃപയുള്ള വിശ്വാസികൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അവർ ഈ ആരാധനകൾക്ക് മേൽനോട്ടം വഹിക്കുകയും അവർ തന്നെ മാറി മാറി ആരാധനകൾ നടന്നാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യരുടെ നന്മയും മനുഷ്യരുടെ രക്ഷയുമാണ് ദൈവം ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് എൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം.
ബൈബിൾ പറയുന്നത് ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഏത് തരത്തിലും ഏത് മെത്തേഡ് സ്വീകരിച്ചും ഏത് വഴിയും ഒരാത്മാവിനെ രക്ഷപ്പെടുത്തുക, ഇതാണ് എൻ്റെ പ്രത്യേകമായ ദൗത്യം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സ്നേഹിച്ച് അവരോടൊപ്പം ജീവിച്ച് അവരുടെ തെറ്റുകൾ കണ്ണടച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരിലൊരുവനായി തീർന്നുവെന്ന് ബൈബിൾ പറയുന്നു. അപ്രകാരം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഭൗതിക രക്ഷയെക്കാളും ആത്മീയ രക്ഷയാണല്ലോ. ഒരുവൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ യാതൊരു പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ അവസാനിക്കുന്നവരെ ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും. ഒപ്പം അവരുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ അന്ത്യ അഭിലാഷം എന്ന് വേണമെങ്കിൽ പറയാം.